ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു teachenglish.com. ഇന്നത്തെ വീഡിയോയില് 7ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ പോയം ഡോസ് ഓഫ് ഡെയറിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എന്നിവയാണ് നൽകുന്നത്. എല്ലാ ആക്ടിവിറ്റികളുടെയും ഉത്തരങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്ന വോയിസ് AI ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വാട്സപ്പ് ചാനലിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് അവ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. ആദ്യം നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. Answer the following questions. Question 1. How do the mountains enfold the vale? പർവ്വതങ്ങൾ താഴ്വരയെ സംരക്ഷിക്കുന്നതെങ്ങനെ? Answer. The mountains surround the valley with high, steep walls of granite. പർവ്വതങ്ങൾ ഉയരമുള്ളതും കുത്തനെയുള്ളതുമായ ഗ്രാനൈറ്റ് മതിലുകളാൽ താഴ്വരയെ ആവരണം ചെയ്തിരിക്കുന്നു. Question 2. Why does the poet describe the mountains as the stairway to the sky? കവി പർവ്വതങ്ങളെ ആകാശത്തിലേക്കുള്ള പടികളായി വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? Answer. The mountains look like stairs. They seem to lead up to the sky, inviting brave people to climb them. ധീരരായ ആളുകളെ തങ്ങളിലേക്ക് കയറാൻ ക്ഷണിക്കുന്ന പർവ്വതങ്ങൾ കോണിപ്പടികൾ പോലെ ആകാശത്തേക്ക് നയിക്കുന്നതായി തോന്നിപ്പിക്കുന്നു. Question 3. What does the poet mean by sunburned chivalry? സൺബേൺഡ് ഷിവൽരി എന്നതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? Answer. Sunburned chivalry means brave sailors. These sailors have been in the sun for a long time and are ready to explore the sea. സൺബേൺഡ് ഷിവൽരി എന്നാൽ ധീരരായ നാവികർ എന്നാണർത്ഥം. ഈ നാവികർ ഏറെ നേരമായി കടലിലേക്ക് പുറപ്പെടാൻ തയ്യാറായി വെയിലത്ത് നിൽപ്പാണ്. Question 4. Which lines of the poem suggest we should treat limitations as opportunities for success? പരിമിതികളെ വിജയത്തിനുള്ള അവസരങ്ങളായി കണക്കാക്കണമെന്ന് കവിതയിലെ ഏതു വരികളാണ് നിർദ്ദേശിക്കുന്നത്? Answer. The lines and all the bars at which we fret that seem to prison and control are but the doors of daring suggest this. We should see limitations as chances to be brave and succeed. ഇവിടെ തന്നിരിക്കുന്ന ഈ വരികൾ അത് സൂചിപ്പിക്കുന്നു. പരിമിതികളെ ധീരരാകാനും വിജയിക്കാനുമുള്ള അവസരങ്ങളായി നാം കാണും. Question 5. How does the poet want the reader to look at life's challenges? ജീവിതത്തിലെ വെല്ലുവിളികളെ വായനക്കാർ എങ്ങനെ കാണുമെന്ന് കവി ആഗ്രഹിക്കുന്നു? Answer. The poet wants us to see life's challenges as chances to be daring. These challenges help us overcome obstacles. ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരതയ്ക്കുള്ള അവസരങ്ങളായി നാം കാണുമെന്ന് കവി ആഗ്രഹിക്കുന്നു. ഈ വെല്ലുവിളികൾ തടസ്സങ്ങളെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്നു. അടുത്തതായി ഈ പോത്തിൽ നിന്നുള്ള ആക്ടിവിറ്റികളാണ്. Activity 1. Find some famous quotes about bravery and courage. Write them below. You can search online or refer to books. ധീരതയെക്കുറിച്ചുള്ള പ്രശസ്തമായ ഏതാനും ഉദ്ധരണികൾ കണ്ടെത്തുക. അവ താഴെ എഴുതുക. നിങ്ങൾക്ക് ഓൺലൈനിൽ തിരയുകയോ പുസ്തകങ്ങൾ റഫർ ചെയ്യുകയോ ചെയ്യാം. Success is not final, failure is not fatal. It is the courage to continue that counts. Winston Churchill. വിജയം അന്തിമമല്ല, പരാജയം മാരകവുമല്ല, തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. Courage is not the absence of fear, but the triumph over it. Nelson Mandela. ധൈര്യമെന്നത് ഭയത്തിന്റെ അഭാവമല്ല, മറിച്ച് അതിനെതിരായ വിജയമാണ്. You must do the thing you think you cannot do. Eleanor Roosevelt. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്ന കാര്യം നിങ്ങൾ ചെയ്യണം. Courage is what it takes to stand up and speak. Courage is also what it takes to sit down and listen. Winston Churchill. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ധൈര്യം ആവശ്യമാണ്, ഇരുന്നു ശ്രദ്ധിക്കാനും ധൈര്യം ആവശ്യമാണ്.
Bravery is being the only one who knows you're afraid. Franklin P. Jones. നിങ്ങൾക്ക് ഭയമുണ്ടെന്ന് അറിയാവുന്ന ഒരേയൊരു വ്യക്തിയാവുക എന്നതാണ് ധീരത. It takes courage to grow up and become who you really are. E. Cummings. വളരാനും നിങ്ങൾ ശരിക്കും ആരാണോ അയാളായി മാറാനും ധൈര്യം ആവശ്യമാണ്. You can choose courage or you can choose comfort, but you cannot choose both. Brené Brown. നിങ്ങൾക്ക് ഒന്നുകിൽ ധൈര്യം തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സുഖം തിരഞ്ഞെടുക്കാം, പക്ഷേ രണ്ടും ഒരുമിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. Do not pray for easy lives. Pray to be stronger men. John F. Kennedy. എളുപ്പമുള്ള ജീവിതത്തിനായി പ്രാർത്ഥിക്കരുത്. ശക്തരായ മനുഷ്യരാകാൻ പ്രാർത്ഥിക്കുക. Courage is the most important of all the virtues because without courage, you can't practice any other virtue consistently. Maya Angelou. ധൈര്യമാണ് എല്ലാ സദ്ഗുണങ്ങളിലും ഏറ്റവും പ്രധാനം, കാരണം ധൈര്യമില്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഗുണവും സ്ഥിരമായി ചെയ്യാൻ കഴിയില്ല. Activity 3. Find out the words that alliterate in the lines given below and write it in the space provided. ചുവടെ നൽകിയിരിക്കുന്ന വരികളിലെ അലിറ്ററേഷൻ കണ്ടെത്തി നൽകിയിരിക്കുന്ന സ്ഥലത്ത് എഴുതുക. The restless, deep, dividing sea that flows and foams from shore to shore, calls to its sunburned chivalry, push out, set sail, explore. Alliterations from the given stanza are given here. Deep dividing. Flows and foams from shore to shore. Set sail. Activity 3. Find out the words that alliterate in the lines given below and write it in the space provided. ചുവടെ നൽകിയിരിക്കുന്ന വരികളിലെ അലിറ്ററേഷൻ കണ്ടെത്തി നൽകിയിരിക്കുന്ന സ്ഥലത്ത് എഴുതുക. The restless, deep, dividing sea that flows and foams from shore to shore, calls to its sunburned chivalry, push out, set sail, explore. Alliterations from the given stanza are given here. Deep dividing. Flows and foams from shore to shore. Set sail. Activity 4. Read the following lines. The mountains that enfold the vale, with walls of granite, steep and high, invite the fearless foot to scale their stairway toward the sky. We get a visual image of the mountains. They tell us how the mountains look. A visual image in a poem is a vivid picture of words. Visual images make a poem beautiful and powerful. Find out the visual images in the following lines and describe them. ഈ വരികൾ വായിക്കുമ്പോൾ പർവ്വതങ്ങളുടെ ഒരു ദൃശ്യചിത്രം നമുക്ക് ലഭിക്കുന്നു. പർവ്വതങ്ങൾ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് അവ നമ്മോട് പറയുന്നു. ഒരു കവിതയിലെ വിഷ്വൽ ഇമേജ് വാക്കുകൾ കൊണ്ടുള്ള ഉജ്ജ്വലമായ ഒരു ദൃശ്യചിത്രമാണ്. വിഷ്വൽ ഇമേജുകൾ ഒരു കവിതയെ മനോഹരവും ശക്തവുമാക്കുന്നു. താഴെ നൽകിയിരിക്കുന്ന വരികളിലെ വിഷ്വൽ ഇമേജുകൾ കണ്ടെത്തി അവ വിവരിക്കുക. The restless, deep, dividing sea that flows and foams from shore to shore, calls to its sunburned chivalry, push out, set sail, explore. The sea is big and always moving. കടൽ വലുതും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. It is deep and separates the land. അത് ആഴമേറിയതും പ്രദേശങ്ങളെ വേർതിരിക്കുന്നതുമാണ്. Waves flow and create foam, reaching from one shore to another. തിരമാലകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയും നുര സൃഷ്ടിക്കുകയും ഒരു കരയിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു. The sea invites brave sailors who are tanned by the sun to set sail and explore. വെയിലുകൊണ്ട് കറുത്ത ധീരരായ നാവികരെ കപ്പലിൽ യാത്ര ചെയ്യാൻ കടൽ ക്ഷണിക്കുന്നു. These lines paint before us a beautiful visual picture of the sea. ഈ വരികൾ കടലിനെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു ദൃശ്യചിത്രം നമുക്ക് മുമ്പിൽ വരഞ്ഞുവെക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.